ഈ ഭീകരവാദികളുടെ രീതിശാസ്ത്രം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഭീകരവാദമാണെങ്കിൽ നമുക്കൊരു നിത്യവിപത്തുമാണ്. ഇന്ത്യ വളരെ ജാഗ്രതയോടെ ഇരിക്കുമ്പോൾ നിരപരാധികളെ കൊന്നിട്ട് പോകുന്ന ഭീകരവാദികൾ അവരെ അവരുടെ താവളത്തിൽ കയറി ആക്രമിച്ച് അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കുമ്പോൾ പുതിയ രീതിയിൽ, പുതിയ വേഷത്തിൽ, പുതിയ ഭാവത്തിൽ അവർ വരികയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭീകരപ്രസ്ഥാനങ്ങൾ പാകിസ്ഥാൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇസ്ലാമിക ഭീകരവാദികളായ ലഷ്കർ-എ തൊയ്യബയും ജയ്ഷെ മുഹമ്മദുമാണ്. അതിൽ ഈ ലഷ്കർ-എ തൊയ്യബ ഒടുവിൽ പുറത്തുവിട്ടൊരു വിവരം നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. ലഷ്കർ-എ തൊയ്യബ പറയുന്നത്, ഞങ്ങൾ പുതിയ ജലയുദ്ധത്തിനൊരുങ്ങുകയാണ്, ജലം കൊണ്ട് മുറിവേറ്റവരാണ് ഞങ്ങൾ. പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയിലെ സിന്ധു നദിയുടെ വെള്ളം കൊടുക്കാത്തതിൻ്റെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഇപ്പോൾ പറയുന്ന അതിന് പകരം ഞങ്ങൾ ജലം കൊണ്ട് മുറിവേറ്റ ഞങ്ങൾ ജലം കൊണ്ട് തന്നെ തിരിച്ചടിക്കും. ജലജിഹാദ് എന്ന് വേണമെങ്കിൽ പറയാം, വാട്ടർ ജിഹാദ്. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ POKയിലെ അണക്കെട്ട് മംഗള ഡാം, ആ ഡാമിനകത്ത് ഇവർ പ്രത്യേകം റിക്രൂട്ട് ചെയ്ത 135 തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നു. ഏതെല്ലാം തരം പരിശീലനമാണ് എന്നതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ അറിയാൻ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? പക്ഷേ ഇപ്പോൾ ലഷ്കർ-ഇ തൊയ്ബ തന്നെ പുറത്തുവിട്ട ദൃശ്യമാണ്. അതായത് POKയിൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ഏറ്റവും വലിയ ഡാമാണ് മംഗള ഡാം. ഈ മംഗള ഡാമിൽ 135 പേർ നീന്തൽ പരിശീലനം നടത്തുന്നു. വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണിക്കാം. हालात बहुत अच्छे आ रहे हैं इंशाल्लाह। आइंदा आने वाला जो वक्त है, आपने ये पानी की तैयारी की है। आपको पता है हमारे पानी का मसला क्या है कि पीछे इंडिया बैठा है। ഈ വീഡിയോ കാണുമ്പോൾ അസ്വാഭാവികതയൊന്നും ഇല്ലെങ്കിലും ഇവിടെ നടത്തുന്ന വെറും നീന്തൽ പരിശീലനം മാത്രമല്ല, ഇവരെ ആഴക്കടൽ, ഡാമിൽ വളരെയധികം ആഴമാണല്ലോ, അവിടെയുള്ള പൊങ്ങി ഉള്ള പരിശീലനം നടത്തുന്നു, സ്കൂബ ഡൈവിംഗ് നടത്തുന്നു, കൂടാതെ അതിവേഗതയിൽ ബോട്ട് ഓടിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്നു. ഇനി രക്ഷാപ്രവർത്തനം നടത്തുന്ന മാർഗേന ആക്രമണം നടത്തുന്നത് എങ്ങനെ, അതിനുള്ള പരിശീലനം നൽകുന്നു. AI സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള പരിശീലനം നടത്തുന്നു. എന്നിട്ട് കൃത്യമായിട്ട് ഈ പരിശീലനം നൽകുന്ന ആൾ ഹാരിസ് ദാർ, അത് അമേരിക്ക പോലും ഹിറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഭീകരവാദിയാണ്. ഈ ഹാരിസ് ദാർ പറയുകയാണ്, നമ്മളുടെ അടുത്ത ലക്ഷ്യം മംഗള ഡാമാണ്. അതായത് ഒരു വാട്ടർ ടെറർ നടത്താനായിട്ട് അവർ ഉദ്ദേശിക്കുന്നു എന്നത് രഹസ്യമായിട്ട് പറയുകയാണ്. എന്നിട്ട് ഈ ഹാരിസ് ദാർ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ട് പറഞ്ഞു, ഞാൻ 135 പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഇതിൽ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവരെ ഇന്ത്യക്കെതിരായിട്ടുള്ള എന്തോ ഒരു ഓപ്പറേഷന് വേണ്ടി നിയോഗിക്കാൻ പോകുന്നു. അപ്പോൾ കൃത്യമാണ് ലക്ഷ്യം. പാകിസ്ഥാൻ ജലം കൊണ്ട് മുറിവേറ്റു. എങ്ങനെ? സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല. ഇവിടെ കനത്ത മഴ പെയ്യുമ്പോൾ നമ്മൾ ഡാം തുറന്നു വിട്ട് അവിടെ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ജല ജിഹാദ് നടത്താനായിട്ട് പാകിസ്ഥാൻ പദ്ധതിയിടുന്നു. അപ്പോൾ ഹാരിസ് ദാറിൻ്റെ ഈ പ്രഖ്യാപനം 135 പേർക്ക് പരിശീലനം നൽകി, എന്നിട്ട് ആ വീഡിയോ തന്നെ അവർ പുറത്തുവിടുന്നു. അപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ വളരെ കൃത്യമല്ലേ? ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നമ്മൾ, ഈ ലഷ്കർ-ഇ തൊയ്ബയുടെ സ്ഥാപകനായിട്ടുള്ള ഹാഫിസ് സെയ്ദുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ തൽഹ സെയ്ദ് ഈ ഇപ്പോൾ നിലച്ചുപോയ ISIയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തീവ്രത നൽകുന്നു, പ്രത്യേകിച്ച് ഈ മംഗള ഡാമിൻ്റെ പരിസരത്ത്. അപ്പം പാകിസ്ഥാൻ സൈന്യം തന്നെ ഈ മംഗള ഡാമിൻ്റെ പരിസരത്ത് ചില തീവ്രവാദ ക്യാമ്പുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ മംഗള ഡാമിൽ പരിശീലനം നൽകിയിരുന്നത് ഇതൊരു ആഴമേറിയ ജലാശയമാണ്, അവിടുത്തെ ഭൂപ്രകൃതി വ്യത്യസ്തമാണ്. മാത്രമല്ല നമ്മുടെ തർക്ക അതിർത്തിക്ക് സമീപത്തുള്ള അതിന് സമാനമായ ഒരു അന്തരീക്ഷം അവിടെയുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു കയറിയാൽ ഡാമുകളിലേക്കോ കനാലുകളിലേക്കോ നദികളിലേക്കോ ഒക്കെ ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാം, അവിടെ നിന്ന് ഒരു ആക്രമണം നടത്താം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് 135 പേരടങ്ങുന്ന വാട്ടർ ഫോഴ്സിനെ ഞാൻ രൂപീകരിച്ചു എന്ന് ഈ ഹാരിസ് ദാർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ഈ നീന്തൽ പരിശീലനത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിടുന്നു. അതുകൊണ്ട് നമ്മുടെ ഡാമുകൾക്ക് നേരെ അല്ലെ നദികൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതൊരു സാധാരണ നീന്തൽ പരിശീലനമല്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഇനി പാക് സൈന്യത്തിൻ്റെ പിന്തുണ ഇവർക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളും ഈ ഹാരിസ് ദാർ പുറത്തുവിടുന്നുണ്ട്. അപ്പം എല്ലായ്പ്പോഴും നമുക്കറിയാം അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകളെ പിന്തുണയ്ക്കുന്ന അല്ലെ സഹായിക്കുന്ന പാക് സൈന്യം തന്നെയാണ്. അത് അവിടുത്തെ ഒരു കുറ്റകൃത്യമായിട്ട് പോലും തോന്നില്ല. കാരണം അതിൻ്റെ ഒരു ഭാഗം, ഒന്ന് യൂണിഫോം ഇട്ട സൈന്യം, മറ്റേത് യൂണിഫോം ഇടാത്ത സൈന്യം. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യയാണ്. ഇപ്പോൾ പറയുന്നത് സുരക്ഷാ ഏജൻസികൾ ഈ ദൃശ്യങ്ങളെ തുറന്ന റിക്രൂട്ട്മെൻറ്റിനും ഭീകരാക്രമണത്തിനും തയ്യാറെടുക്കുന്ന പാകിസ്ഥാൻ്റെ നീക്കമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ലഷ്കർ-ഇ തൊയ്ബ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ ഒരു ജല ജിഹാദ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. ആ വാട്ടർ ടെററിസത്തിന് വേണ്ടിയിട്ട്
രഹസ്യമായിട്ട് ഒരു നാവിക സേനയെ തന്നെ സജ്ജമാക്കുന്നു. 135 പേരെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുറച്ചധികം ആൾക്കാരെ ഇന്ത്യയെ ലക്ഷ്യമാക്കി വിടാൻ പോകുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും ഈ ജലജിഹാദ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഏറ്റവും പുതിയ സേനയായിട്ട് വേണം നമ്മൾ കാണാൻ. കാരണം പാകിസ്ഥാൻ്റെ ഒരു കൃത്യമായ സ്വഭാവം നമ്മൾ കണ്ടതാണ്. സാധാരണഗതിയിൽ അവരുടെ അതിർത്തി ഗ്രാമങ്ങളിൽ കുറേ തീവ്രവാദികൾ തമ്പടിച്ചിട്ട് അവരുടെ വിശ്വാസപരമായ ദുർവാശികളും തെറ്റിദ്ധാരണയും കാരണം ഈ ചാവേറുകളാവാനുള്ള തീരുമാനമെടുത്തിട്ട് പ്രതിജ്ഞയെടുത്തിട്ട് അവരും ദൈവവും തമ്മിലുള്ള ഒരു ഇടപാടായിട്ട് വന്നിട്ട് നമ്മുടെ പഹൽഗാമിലെ 26 പേരെ കൊന്നിട്ട് പോയപ്പോൾ അവരെ തിരിച്ചടിക്കാൻ ഇന്ത്യ അവരുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ആക്രമണം നടത്തിയിട്ട് കുറേ ഭീകരവാദികൾ അവരുടെ ആസ്ഥാനത്ത് കൊല്ലപ്പെട്ടല്ലോ. അതെ. അന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ് എന്താ പറഞ്ഞത്? പാകിസ്ഥാൻ ഗവൺമെൻറ് പറയേണ്ടത് എന്താ? ഞങ്ങളുടെ നാട് കേന്ദ്രീകരിച്ചിട്ട് ഭീകരപ്രവർത്തനം നടത്തുന്നവരാരായാലും അവരെ ഞങ്ങളെ നേരിടും, അവർ ഞങ്ങളുടെ രാജ്യത്തിൻ്റെയും ദ്രോഹികളാണ്, ഞങ്ങളുടെ ശത്രുക്കളാണെന്നല്ലേ പറയേണ്ടത്. അതിന് പകരം പാകിസ്ഥാൻ എന്താ പറഞ്ഞത്? അവർ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന വീര പോരാളികളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ നേരത്തെ പറഞ്ഞ വളരെ ശരിയാണ്. പാകിസ്ഥാൻ 2 തരം പട്ടാളമുണ്ട്. യൂണിഫോം ഇട്ട പട്ടാളവും യൂണിഫോം ഇടാത്ത പട്ടാളവും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? അസീം മുനീർ ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂണിഫോം ഇട്ട പട്ടാളക്കാരെക്കാൾ യൂണിഫോം ഇല്ലാത്ത പട്ടാളക്കാരെയാണ്. അവരെ ഉപയോഗിച്ചിട്ട് അല്ല, വളരെ തീർച്ചയാണ് ഇപ്പോഴും വളരെ കൃത്യമായിട്ട് യൂണിഫോം ഇടാത്ത പട്ടാളത്തെ ഉപയോഗിച്ച് ഇതെല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മൾ ഇറാനെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ നേർക്കുനേരെയുള്ളൊരു വാറും ഉണ്ട്, പ്രോക്സി വാറും ഉണ്ട്. ഡയറക്റ്റ് വാറും പ്രോക്സി വാറും. ഡയറക്റ്റ് വാറാണ് അവർ ഈ അമേരിക്കൻ ബേസിലൊക്കെ നടത്തുന്നത്. എന്നാൽ അവർ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഹൂത്തികൾ നടത്തുന്നത് എന്താ ആലോചിച്ച് നോക്കൂ. 2 തരം വാറുണ്ട്. ഈ ഭീകരവാദികളെ ഉപയോഗിച്ചുള്ള പ്രോക്സി വാറിൻ്റെ പുതിയ ഒരു ഉരുക്കമാണ് ആയിട്ട് വേണം നമ്മളിത് കാണാൻ. ഇപ്പോൾ ആലോചിച്ച് നോക്കുക അവിടെ എന്താ നടക്കുന്നത്. മംഗൾ ഡാമിൽ 135 പേര് നീന്തൽ പഠിക്കുന്നു. 135 പേരും നീന്തൽ പഠിക്കുന്നത് ഇതിനുള്ള ഒന്നാമത്തെ ഗുണം എന്താ? നീന്തൽ പഠിച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓപ്പൺ ആയിട്ടുള്ള എൻഡാണ്. ഇന്ത്യയുടെ 3 ഭാഗവും ഭീകരമായ ഓപ്പൺ ഷോറല്ലേ, തീരമല്ലേ, കടൽ മാർഗം. മാത്രമല്ല തൊട്ടപ്പുറത്ത് ഒരു പഞ്ചായത്തിന്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ ഇന്ത്യയും. ഒന്നാലോചിച്ച് നോക്കൂ. അഹമ്മദാബാദിൽ നിന്ന് കറാച്ചിയിലേക്കുള്ള ദൂരം എത്രയാ? ഒന്ന് നീന്തി വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ ഏത് അതിർത്തി പ്രദേശത്തും നീന്തി വന്ന് കയറാവുന്നവരും ആക്രമണം നടത്തിയിട്ട് തിരിച്ച് നീന്തി കടലിലൂടെ തന്നെ പോകാവുന്നവരുമായ വലിയൊരു പറ്റം ഭീകരാക്രമണം നടക്കാൻ ഉള്ള പ്ലാനിങ് ആണ്. നടന്നോ ഇല്ലയോ നമ്മളത് ജാഗ്രതയോടെ കാത്തിരുന്നാൽ. ഇതിന്റെ ഉദാഹരണം നമ്മളെ കേരളത്തിലുണ്ടായത് മാറാടാണ്. 2002 ഓർമ്മയില്ലേ? 2002 2003 അല്ലേ? അവിടെ ആണ് നടന്നത്. കടലിലൂടെ വന്നിട്ട് ആയുധങ്ങളുമായി വന്ന് ആക്രമിച്ചിട്ട് 5-8 പേരെ കൊന്നിട്ട് വന്നതുപോലെ പോവില്ലേ കടലിലേക്ക് തന്നെ ആണ്. പക്ഷെ അതിന് സമാനമാണ് 2008 നവംബർ 26 വന്ന അജ്മൽ കസബിന്റെ ആക്രമണം. അജ്മൽ കസബിന് ഇപ്പൊ ഈ മംഗള ഡാമിന്റെ കാര്യം പറഞ്ഞിട്ട് പറയാണ്, അജ്മൽ കസബിന് ഈ മംഗള ഡാമിലാണ് പരിശീലനം നൽകിയത്. അന്നും നീന്തൽ പരിശീലനം നൽകിയതിന് ശേഷമാണ് ഇവരെ വിട്ടത്. കാരണം ഈ സ്പീഡ് ബോട്ടിൽ വരുന്നവർ ഏതെങ്കിലും കാരണവശാൽ കടലിൽ നീന്തണമെങ്കിൽ ഒരുപക്ഷെ അതിനുള്ള പരിശീലനം വേണം. അതുകൊണ്ടാണ് ആഴമേറിയ മംഗള ഡാമിൽ ഈ പരിശീലനം നൽകുന്നത്. മാത്രമല്ല അന്ന് അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടിയതുകൊണ്ട് മാത്രമാണ് അത് ഹിന്ദു ടെററിസം അല്ലെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയ. അല്ലെങ്കിൽ അയാളുടെ കയ്യിലെ ചരടും അയാളുടെ കയ്യിലെ ID കാർഡും ഒക്കെ നോക്കിയാൽ ജീവനോട് കിട്ടിയില്ലെങ്കിൽ ഇയാളൊരു ഹിന്ദു നാമധാരിയായി മാറുമായിരുന്നു. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു ജിഹാദ് അല്ലെ, വാട്ടർ ജിഹാദ്, അതായത് ജല ജിഹാദ് നടത്തുന്നു, ഒരു വാട്ടർ ടെററിസം നടത്തുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിന്റെ പോലും തീരപ്രദേശങ്ങളിലേക്ക് ഈ ഭീകരർക്ക് കടന്നു വരാം. ഒന്നാമത്തെ കാര്യം അതാണ്. കടൽ മാർഗവും അതുപോലെ തന്നെ നമ്മുടെ അഴിമുഖങ്ങളിലൂടെ വന്നാൽ നദികളിലൂടെ ഉൾപ്രദേശത്തും കയറാം എന്ന് പറഞ്ഞാൽ നീന്തി വന്ന് ഏത് ഭീകരനും നമ്മുടെ രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കയറി വരാം. ഒന്നാമത്തെ കാര്യം. ആക്രമണം നടത്തി തിരിച്ചു പോകാം, ഒരു സാധ്യതയാണ്. രണ്ടാമത്തെ കാര്യം, ഡാമുകളിലാണ് ഇവർ കേന്ദ്രീകരിക്കുന്നത്. ഡാമുകളുടെ ആഴം അവിടെ നീന്തിയിട്ട് 2 കാര്യങ്ങൾ പഠിക്കുന്നു. ആഴത്തിൽ ഉള്ള ജലസ്രോതസ്സുകളിൽ നീന്താൻ പഠിക്കുന്നു. അത് മാത്രമല്ല പഠിക്കുന്നത്, ആഴത്തിൽ നീന്തി ചെല്ലുമ്പോൾ മുങ്ങി ചെല്ലുമ്പോൾ ഈ ഡാമിൻ്റെ സകലമാന പ്രത്യേകതകൾ ഇവർ പഠിക്കും. ഡാമുകൾ ഇപ്പോൾ ജലയുദ്ധം എന്ന് പറയുന്നത് ഡാമുകളിൽ ജലം തടഞ്ഞു വെച്ചിട്ട് ഞങ്ങളുടെ പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തെ പോറ്റുന്ന രാജ്യത്തിന് നിരപരാധികൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ ജനതയ്ക്ക് വെള്ളം കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചാണല്ലോ ജലം കൊണ്ട് മുറിവേറ്റു എന്ന് പറയുന്നത്. അതിനെന്താ പരിഹാരം? ഇവരുടെ കയ്യിലുള്ള ഏറ്റവും ഭീകരമായ പരിഹാരം എന്തായിരിക്കും? ഡാമിലല്ലേ തടഞ്ഞു വെക്കുന്നത്. ഡാം അങ്ങനെ തകർത്താ തീർന്നില്ലേ? ഡാമുകൾ തകർക്കാനുള്ള നീക്കം. അതൊന്ന് ആലോചിച്ച് നോക്കൂ.
മാത്രമല്ല ഈ ഡാമുകളിൽ നിന്ന് വെള്ളം പോകുന്ന കൈവഴികളിലൂടെ എവിടെയും പോയി നീന്തി ചെന്ന് ഒളിക്കാനുള്ള സംവിധാനം. അതെ. ഡാമുകളിൽ വന്ന് ആലോചിച്ച് നോക്കൂ, കേരളം ഈ രണ്ട് പ്രത്യേകതകളും ചേർന്നതാണ്. ഈ കേൾക്കുന്ന വാർത്തയനുസരിച്ച് ഈ 135 പേരിൽ മലയാളികളും കൂടി ഉണ്ട്, റിക്രൂട്ട് ചെയ്തെടുത്ത മലയാളികളും കൂടി ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു അല്ലേ? അതെ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? കേരളത്തിൻ്റെ ഉടനീളം 1700 ഓർമ്മയില്ല, ഏതാണ്ട് 1700 കിലോമീറ്റർ ദൂരത്തോളം, 600-ലേറെ കിലോമീറ്റർ ദൂരത്തോളം നമ്മുടെ തീരദേശം ഏത് ഭാഗത്തൂടെയും കടന്നു കയറാം. മാത്രമല്ല ഈ ചെറിയ വീതിയിൽ വളരെ കുറഞ്ഞ ഭൂപ്രദേശമാണെങ്കിൽ പോലും പശ്ചിമഘട്ടത്തിനും നമ്മുടെ അറബിക്കടലിനും ഇടയിൽ ധാരാളം അണക്കെട്ടുകൾ. ഈ അണക്കെട്ടുകൾ തകർത്താൽ മതി. ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മളെ ഭീഷണി ഉണ്ടല്ലോ. ഒരു ഡാം തുറന്നു വിടുമ്പോൾ സംഭവിക്കുന്ന വിപത്തിനെക്കുറിച്ച് നമ്മുടെ ജനപ്രതിനിധികൾ വാവിട്ട് നിലവിളിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏത് സമയത്തും അപകടപ്പെടുത്താവുന്ന തരത്തിൽ ഈ ജലയുദ്ധം പുതിയ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്തായിട്ട് നിൽക്കുന്നു. അതിൻ്റെ വെല്ലുവിളിയാണ്, അതിൻ്റെ ചലഞ്ചാണ് ഇപ്പോൾ ലഷ്കർ എ തയ്യബയുടെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവർ തന്നെ ലോകത്തോട് പറഞ്ഞിരിക്കുന്നു. ആ വിളിച്ചു പറയൽ തീർച്ചയായിട്ടും ഒരു പ്രഖ്യാപനമാണ്. പക്ഷേ അതങ്ങനെ നിസ്സാരമായി ഒരു വീമ്പ് പറച്ചിലായി തള്ളിക്കളയാൻ വയ്യ. കാരണം നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെയൊക്കെ തോൽപ്പിച്ചാലും, ഞങ്ങളുടെ താവളങ്ങൾ മുഴുവൻ നിങ്ങൾ തകർത്താലും, നിങ്ങളോട് നേർക്കുനേരെ ഒന്ന് കണ്ണിൽ നോക്കാൻ പോലുമുള്ള ശേഷി ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും, പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തിന് ശേഷിയില്ല എങ്കിൽ പോലും, അമേരിക്കയും സൗദി അറേബ്യയും ഒക്കെ ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും ഞങ്ങളുടെ കയ്യിൽ പുത്തൻ ആയുധങ്ങളുണ്ട്, നിങ്ങളെ തകർക്കാനുള്ള ചില രീതികളുണ്ട്, ചില പ്ലാനുകളുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. അതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ വലിയ ജാഗ്രതയോടെ കാണേണ്ടതാണ്. നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ഇൻ്റലിജൻസും നമ്മുടെ പോലീസും നമ്മുടെ അതിർത്തി രക്ഷാ സേനയും ഒക്കെ അത് വളരെ ഗൗരവമായിട്ട് എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ആരിസ്താർ പറഞ്ഞത് ഞങ്ങൾ ജലാധിഷ്ഠിത പരിശീലന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, 135 പേരടങ്ങുന്ന ഒരു വാട്ടർ ഫോഴ്സ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ രഹസ്യമായ ഒരു നാവികസേനയെ പാകിസ്ഥാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് ഒരു പക്ഷേ ഒരു വാട്ടർ ടെററിസം നടത്താനാണ് നീക്കമെങ്കിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ അതിനെ നോക്കി കാണണം. തീർച്ചയായിട്ടും.